രഞ്ജിത്ത് അനീഷിനെ അടിച്ചമർത്താൻ വന്നിട്ട് അടി മേടിച്ച് കൂട്ടിയിട്ട് പോയല്ലോ ദൈവമേ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വന്നതിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതായിട്ട് നമ്മുടെ രഞ്ജിത്തെണ്ണം വന്നിട്ട് അനീഷിനെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ട്രിഗർ ചെയ്യാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് അനുമോളാണ്. അതായത് വന്നോർന്നെ കെട്ടിപ്പിടിച്ചിട്ട് BigBossMarry.com ആണല്ലോ അനീഷേ, ഇത് എന്ത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് മറ്റേതാണ് മറിച്ചതെന്നൊക്കെ. അനീഷിൻ്റെ അപ്പം തന്നെ കുരുപൊട്ടി, എടാ കോപ്പേ ഒരു സ്ട്രാറ്റജിയും അല്ല എന്ന രീതിയിൽ അനീഷ് നല്ല മയത്തിൽ ഒരു സ്ട്രാറ്റജിയും ഇല്ലല്ലോ, എനിക്ക് തോന്നി, എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞേ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് പിന്നെയും ചോദിക്കുന്നുണ്ട്, അനുമോൾ ശരിക്കും കബളിപ്പിക്കുമായിരുന്നു, അനുമോൾ പറ്റിച്ചല്ലോ, എന്ത് ചെയ്യുന്നൊക്കെ. അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, അനുമോൾ എന്നെ പറ്റിച്ചിട്ടൊന്നുമില്ല, അനീഷിൻ്റെ എൻ്റെ ഉള്ള കാര്യം ഞങ്ങൾ എൻ്റെ ഒരു സംസാരിച്ച് തീർത്താണ്. ഇനി അതിൽ മൂന്നാമതായിട്ട് ഒരാളെ അതിൽ മൂക്ക് നുളയ്ക്കേണ്ട അല്ലെങ്കിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ പറഞ്ഞ് നല്ല രീതിയിൽ അടിച്ചമർത്തി കിട്ടോ രഞ്ജിത്തിനാണെങ്കിൽ ഉണ്ടാട്ടം വിട്ട് മിണ്ടാട്ടം വിട്ടേമാതിരി ഇങ്ങനെ മിണ്ടാൻ നിൽപ്പുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അതിൽ വേറൊരാൾ മൂക്ക് തുളച്ച് അത് കുത്തി തോണ്ടി ആ പ്രശ്നം എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പറയും ഇല്ല ഞാൻ ഈ പ്രശ്നം തോണ്ടി എടുക്കും, ഞാനിത് പ്രശ്നമാക്കും എന്ന രീതിയിൽ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഗെയിം കളിക്കണം എന്ന് പറഞ്ഞു വിട്ടോ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, പറയാൻ പറ്റില്ല. പക്ഷേ രഞ്ജിത്തണ്ണന് ഒരു ഗെയിം കൊടുക്കണം, ബിഗ് ബോസ് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കളിക്കണം, അല്ലെങ്കിൽ കുറച്ച് സ്ക്രീൻ സ്പേസ് ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ചെന്ന് പറഞ്ഞാൽ മച്ചാൻ്റെ കളി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇറക്കി വിടുമോ അല്ലെങ്കിൽ നാളെ അവന്മാരെ ഇറക്കി വിടുമെന്ന് അറിയില്ല. ഈ പോക്ക് പോയി കഴിഞ്ഞ് ഇപ്പം തന്നെ അടിച്ച് പുറത്താക്കും തോന്നുന്നു. അതേ സമയത്ത് നമ്മുടെ ബിൻസിയും തൊട്ടടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ബിൻസി അടുത്ത് നിന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതിനെ ഏറ്റുപിടിച്ച് അടി കൂടാൻ വേണ്ടി സപ്പോർട്ടിന് വന്ന് നിന്നതാണ് മെച്ചത്തി. പക്ഷേ പുള്ളിക്കാരിക്ക് എന്ത് പറ്റി, ഇതിൽ ഇടപെടാൻ പോലും പറ്റിയിട്ടില്ല. ഇത് നമുക്ക് പ്രമോയിൽ ഇത്രയും കാണാൻ പറ്റുന്നുണ്ട്. ഇനി ലൈവിൽ എന്താണ് സംഭവിക്കുന്നത്, ലൈവിൽ ആർക്കാണ് പണി കിട്ടിയത്, എന്താണ് സംഭവിച്ചത് എല്ലാം നമുക്ക് വഴിയെ കണ്ടറിയാം കേട്ടോ. ആദ്യം ചിരി തുടങ്ങിയ വർത്തമാനം അവസാനിച്ചത് അടിയിലാണ്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ലൈവ് കണ്ടിട്ട് നമുക്ക് ബാക്കി അപ്ഡേറ്റ് മതി ഞാൻ വീണ്ടും വരാം കേട്ടോ.